ചോറ്റാനിക്കരയിൽ പോക്സോ അതിജീവിത കൊല്ലപ്പെട്ട കേസിൽ പ്രതി അനൂപിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകുക. പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തും. എറണാകുളത്ത് 19-കാരിയായ പോക്സോ അതിജീവിത കൊല്ലപ്പെട്ട കേസിലാണ് പ്രതി അനൂപിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുക. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. പ്രതിക്കെതിരെ കുറ്റകരമായ നരഹത്യ ചുമത്തും. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്നും ചേരുന്നത്. സഹിൻ, അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയാണ് ഈ ഒരു 19-കാരിയുടെ മരണം സംഭവിച്ചത്. അതിലാണിപ്പോൾ പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെടുക. ഏത് രീതിയിലായിരിക്കും പോലീസിന്റെ ചോദ്യം ചെയ്യലൊക്കെ ഇനി നടക്കുക? സ്വാതി 5 ദിവസത്തേക്കായിരിക്കും പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നത്. കാരണം അനൂപിനെതിരെ ഇതുവരെ പോലീസ് നരഹത്യ ചുമത്തിയിട്ടില്ല. മാത്രമല്ല, കൊലപാതക കുറ്റം ചുമത്തണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് എന്ന് ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഒപ്പം തന്നെ ഈ പ്രതി ബോധപൂർവമാണോ ഇത്തരത്തിലുള്ള ഒരു കൊല നടത്തിയിരിക്കുന്നത്? ഇതുവരെ അയാൾ അക്കാര്യം സമ്മതിച്ചിട്ടില്ല. അത് അബദ്ധവശാൽ സംഭവിച്ചു പോയി എന്നുള്ള ഒരു മൊഴിയാണ് ഇയാൾ കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, പെൺകുട്ടിയെ ഇയാൾ കൊലപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും അത്തരത്തിലുള്ള ഒരു മൊഴിയും ഇയാൾ നൽകിയിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇയാളുടെ മൊഴി ഇതുവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക. 5 ദിവസത്തേക്കാണ് ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക. അപ്പോൾ കോടതി എത്ര ദിവസത്തേക്ക് നൽകുമെന്ന് കോടതിയുടെ വിവേചനാധികാരത്തിലിരിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ പ്രതി വീട്ടിൽ വന്നതും അന്ന് ഈ പെൺകുട്ടിയെ ബോധം നഷ്ടപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഞായറാഴ്ച രാത്രിയോടുകൂടി വീണ്ടും പ്രതി അവിടെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ വീടിൻ്റെ പിൻവശത്ത് ലൈറ്റ് തെളിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതി പെൺകുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് കരുതി തൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് പ്രതി അന്ന് പിടിയിലായത്, പോലീസിൻ്റെ പിടിയിലായത്. അല്ലായിരുന്നെങ്കിൽ അയാൾ ഒളിവിൽ പോകുമായിരുന്നു സ്വാഭാവികമായിട്ടും. ഇക്കാര്യമെല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പോലീസിന് ഇയാളെ വലിയ സംശയമുണ്ട്. ഇയാൾ തന്നെയാണോ ആ പെൺകുട്ടിയെ മറ്റേതെങ്കിലും രീതിയിൽ വകവരുത്താൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. സ്വാതി. ശരി സഹിൻ.